അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 147. ആരെ അന്വേഷിക്കുന്നേ? എന്നെയാണോ? തന്നെ നോക്കി തിളങ്ങുന്ന കണ്ണുകളോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന വ്യാസിനെ നോക്കി മീനു ചോദിച്ചു. ചിരിതൂകി നിന്ന അവന്റെ ചുണ്ടുകൾ ആ നിമിഷം കൂർത്തു വന്നു. പിന്നെ കണ്ടാലും മതി, ഞാനതിന് നിന്നെ അന്വേഷിക്കണം? വ്യാസ് പുച്ഛത്തോടെ ചോദിച്ചതും മീനുവിന്റെ ചുണ്ട് കൂർത്തുപോയി. പിന്നെ നിങ്ങൾ ആരെ ഇത്ര നേരം അകത്തുനിന്ന് തെരഞ്ഞ്? എന്നെ അല്ലാതെ? മീനു കലിതുള്ളി അവന്റെ മുന്നിലേക്ക് വന്നു. ഓ, അതൊക്കെ കണ്ടിരുന്നോ പെണ്ണ്? അപ്പോ മനഃപൂർവ്വം അറിഞ്ഞിരുന്നത് തന്നെയാണല്ലേ? അവൻ മനസ്സിൽ പറഞ്ഞു. കണ്ണുകൾ കൂർത്തു. അത് നിന്നെ നോക്കിയതാണെന്ന് ആര് പറഞ്ഞു? ഞാൻ നിന്നെയൊന്നല്ല നോക്കിയേ. അവൻ അവളിന്ന് മുഖം തിരിച്ചു. ഈ ബഹളം ഇപ്പോഴൊന്നും തീരില്ലാന്ന് മനസ്സിലായതും മോഹനും ചിത്തു അപ്പൂനെയും കൂട്ടി സിറ്റൗട്ടിൽ പോയിരുന്നു. അഗ്നി തൂണിലേക്ക് ചാരി നിന്ന് ചിരിക്കുന്നുണ്ട്. സൗബിയാണെങ്കിൽ മീനു എന്തിനാണ് ഇത്രയും അധികാരത്തോടെ വ്യാസനോട് സംസാരിക്കുന്നതെന്ന് അറിയാതെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ജ്വാല പൊന്നൂനെ ഒന്ന് നോക്കി. പൊന്നു അവളെ നോക്കി കണ്ണു ചിമ്മി. പിന്നെ വ്യാസേട്ടൻ ആരെ നോക്കിയേ? കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞതല്ലേ ഇവളെ കാണാനാ വന്നേന്ന്? പൊന്നു കുറുമ്പോടെ വ്യാസിനോട് ചോദിച്ചു. അവളെ തറപ്പിച്ചൊന്ന് നോക്കി വ്യാസ്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ ഇവൾക്കറിയാവുന്നതാണല്ലോ എനിക്ക് ഇവളെ കാണുന്നതേ ഇഷ്ടല്ലാന്ന്. അവൻ ഗൗരവത്തോടെ മീനുവിനെ നോക്കി പറഞ്ഞു. മീനുവിന്റെ മുഖം വാടി. കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു. പൊന്നൂനും ജ്വാലയ്ക്ക് അവളെ കണ്ട് പാവം തോന്നി. ആ, അതായിരിക്കും അപ്പോ ഇവള് വീട്ടിൽ വന്ന വിവാഹാലോചനയ്ക്കിപ്പോ മൗനസമ്മതം മൂളിയതല്ലേ? പൊന്നു പെട്ടെന്ന് ചോദിച്ചതും വ്യാസ് ഞെട്ടിപ്പോയി. അവൻ പകപ്പോടെ മീനുവിനെ നോക്കി. കണ്ണു നിറച്ച് വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് പെണ്ണ്. മീനാക്ഷിയുടെ വിവാഹോ? അഗ്നി, ഇവളിത് എന്തൊക്കെയാ? വ്യാസ് അഗ്നിയെ വിളിച്ചു. നീ അവരോടല്ലേ സംസാരിക്കുന്നേ? അവിടെ സംസാരിക്ക്. അഗ്നി ഫോൺ കയ്യിലെടുത്ത് കനത്ത സ്വരത്തിൽ വ്യാസിനോട് പറഞ്ഞു. വ്യാസിന്റെ മുഖം മാറി. ദേ കൊച്ചെ, വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. മീനാക്ഷി എന്തിന് വിവാഹത്തിന് സമ്മതിക്കണം? അവൻ പൊന്നൂന് നേരെ ചീറി. വിവാഹത്തിന് സമ്മതിക്കുന്ന എന്തിനാ? അവൾക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയതുകൊണ്ട്. പൊന്നു കണ്ണുരുട്ടി. വ്യാസ് ദേഷ്യത്തോടെ പൊന്നൂനെ നോക്കി പെട്ടെന്ന് മീനുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. ജ്വാല പേടിയോടെ പെട്ടെന്ന് അഗ്നിയുടെ അടുത്തേക്ക് പോയി. ദേവേട്ട, അവള് വിളിച്ചു. അവൻ ഒന്നുമില്ല എന്ന പോലെ കണ്ണടച്ച് കാണിച്ച് ജ്വാലയെ ചേർത്ത് പിടിച്ചു. ചിത്ത് വെപ്രാളത്തോടെ തിണ്ണയിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും മോഹനും അപ്പു അവരുടെ കയ്യിൽ പിടിച്ചു വെച്ചു. ചിത്തു സംശയത്തോടെ ഇരുവരെ നോക്കി. അമ്മ വെറുതെ ഇതിൽ ഇടപെടണ്ട. ഒക്കെ ആ നാഗവല്ലിയുടെ പ്ലാനാ. ആള് കുറച്ച് തരികിടയാണെങ്കിലും ഈ പ്ലാനിൽ വ്യാസേട്ടൻ വീഴുന്ന എനിക്ക് തോന്നുന്നേ. അപ്പു ചിരിയോടെ ചിത്തുവിനോട് പറഞ്ഞു. അവരാണോ എന്ന പോലെ സന്തോഷത്തോടെ അവനെ നോക്കി. അതേടോ, താൻ വെറുതെ ഇതിനിടയ്ക്ക് കയറി കൊളാക്കണ്ട. മോഹൻ കൂടി പറഞ്ഞപ്പോ ചിത്തിര അവിടെ ഒതുങ്ങിയിരുന്നു. പക്ഷെ വ്യാസ് പിടിച്ചിരിക്കുന്ന മീനുവിന്റെ കയ്യിലേക്ക് സൗബി ദേഷ്യത്തോടെ നോക്കി. എന്താ ഇവര് തമ്മില്? അവളുടെ വിവാഹമാണെന്ന് കേട്ടേന് വ്യാസേട്ടൻ എന്താ പ്രശ്നം? സൗബിയുടെ ഉള്ളം പുകഞ്ഞു. തന്റെ കയ്യിൽ ദേഷ്യത്തോടെ അമർന്നിരിക്കുന്ന വ്യാസിന്റെ കയ്യിലേക്ക് മീനു ദയനീയമായി നോക്കി. പതിയെ കണ്ണുരുട്ടി പൊന്നൂനെ നോക്കി. നിനക്കിനി മതിയായില്ല അല്ലേടി തെണ്ടി? പല്ല് കടിച്ചുകൊണ്ട് അവള് പിറുപിറുത്തു. പൊന്നു അവളെ ദയനീയമായി നോക്കി. കാരണം വ്യാസിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം പൊന്നു പ്രതീക്ഷിച്ചിരുന്നില്ല. മീനാക്ഷി, എന്തൊക്കെയാ ചൈതന്യ പറയുന്നേ? നിന്റെ വിവാഹോ? അതിന് നീ സമ്മതിച്ചുന്നോ? വെറുതെ പറയല്ലേ ഇവള്? വ്യാസ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. മീനു അവനെ പേടിയോടെ നോക്കി. എങ്കിലും ഇതുപോലൊരു അവസരം ഇനിയും കിട്ടില്ലാന്ന് മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ. അവൾ കണ്ണുകൾ അടച്ച് ഒന്ന് നിശ്വസിച്ചു. പതിയെ അവനെ നോക്കി ചിരിച്ചു. സത്യം തന്നെയാ, എന്റെ കല്യാണം തീരുമാനിച്ചു. സമ്മതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ. കാരണം എന്റെ മനസ്സിൽ മുഴുവൻ നിങ്ങളല്ലേ. പക്ഷെ അച്ഛനും അമ്മയും ആലോചനയായിട്ട് മുന്നോട്ട് പോയപ്പോ എതിർത്തതുമില്ല ഞാൻ. അവള് പറഞ്ഞതും വ്യാസ് അവളെ കലിയോടെ നോക്കി. പൊന്നും ജ്വാലയും അപ്പു അവളെ മിഴിച്ചു നോക്കി. അമ്പടി മീനാക്ഷി! അപ്പു വായിൽ വിരൽ വെച്ചുപോയി. പൊന്നുവാണെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞതപ്പോ സത്യമായിരുന്നോ എന്ന പോലെ വായും തുറന്ന് നിൽക്കുന്നുണ്ട്. അഗ്നിക്കാണെങ്കിൽ എല്ലാത്തിന്റെ ഭാവം കണ്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. തന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ജ്വാലയെ അവനൊന്ന് നോക്കി. എന്തോ ആലോചനയോടെ നിൽക്കുകയാണ് അവൾ. അഗ്നി അവളുടെ കവിളിൽ ഒന്ന് തട്ടി. ഏ? ജ്വാല എന്താ എന്ന പോലെ അവനെ നോക്കി. എന്താ ആലോചിക്കുന്നേ? മീനു എന്തിനാ കള്ളം പറയണ ദേവേട്ടേട്ടനോട്? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. ആവോ, എനിക്കറിയില്ല. മിണ്ടാതെ നിന്നാ നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാൻ പോകുന്നേന്ന്. അഗ്നി സ്വകാര്യം പോലെ പറഞ്ഞു. ജ്വാല മൂളിക്കൊണ്ട് തലയാട്ടി അവരെ തന്നെ ഉറ്റുനോക്കി. അഗ്നി ജ്വാലയെ കുറുമ്പോടെ നോക്കി നിന്നു. സൗബിയുടെ കണ്ണുകൾ തുറച്ചു വന്നു. എന്താ മീനാക്ഷി ഇപ്പൊ പറഞ്ഞേ? അവളുടെ മനസ്സിൽ വ്യാസേട്ടനോ? അപ്പോ അവളും വ്യാസേട്ടനും തമ്മിൽ? നെഞ്ചിലാരോ തീകോരിയിട്ടതുപോലെ സൗബി ഒന്ന് പിടഞ്ഞുപോയി. ഇനി മീനാക്ഷിക്ക് മാത്രമായിരിക്കും ഇഷ്ടം. ഈശ്വര, അങ്ങനെ ആവണേ. സൗബി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി. അവരുടെ സംസാരം തന്നെ ചെവി കൂർപ്പിച്ചു കേട്ടു. അതെന്താ, നിനക്ക് നാക്കില്ലേ? നിനക്കിപ്പോ വിവാഹം വേണ്ടാന്ന് പറഞ്ഞൂടെ? 20 വയസ്സുപോലും ആയിട്ടില്ലല്ലോ നിനക്ക്. വ്യാസ് മീനുവിനോട് തട്ടിക്കയറി. ഞാനതിന് പറയണം, നല്ല ചെക്കനാ, കാണാനും സുന്ദരൻ.
മീനു കൂസലില്ലാതെ പറഞ്ഞു. വ്യാസ് അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു. മീനു അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പൊ ഞാനോ? അവനെ കണ്ടപ്പോ നിനക്ക് എന്നോട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രണയം ആവിയായി പോയോ? അവൻ പല്ല് കടിച്ചു. പ്രണയം എനിക്ക് മാത്രമല്ലേ, നിങ്ങൾക്ക് എന്നോട് വെറുപ്പല്ലേ? പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി ഞാൻ. ആ തെറ്റ് ഞാൻ തിരുത്തിയതുവാ. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഈ മീനാക്ഷി ഇന്നും തെറ്റുകാരിയല്ലേ? പിന്നെ ഞാനിനി ആരെ കാത്തിരിക്കണം? എന്റെ വീട്ടുകാർ കാണിച്ചെന്ന ചെക്കനെ തന്നെ കെട്ടാൻ പോവാ ഞാൻ. വ്യാസേട്ടന് സന്തോഷാവുമല്ലോ. എന്നെ വെറുപ്പല്ലേ? പ്രണയമില്ലല്ലോ. വേണ്ട, മീനുവിന് വേണ്ട നിങ്ങളുടെ സ്നേഹം. തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും അവസാനമായപ്പോഴേക്കും മീനു കരഞ്ഞു പോരുന്നു. വ്യാസിന്റെ കണ്ണുകളും കലങ്ങി ചുവന്നു. പൊന്നു ഇരുവരെയും വേദനയോടെ നോക്കി അപ്പുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളെ നോക്കി ഇരിക്കുന്നുണ്ട് അവൻ. പതർച്ചയോടെ അവനീന്ന് നോട്ടം മാറ്റി പൊന്നു. തന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന പെണ്ണിന്റെ ശരീരം ഉലയുന്നത് മനസ്സിലായതും അഗ്നി ഞെട്ടലോടെ തന്റെ നെഞ്ചിലേക്ക് നോക്കി. വ്യാസിനെ മീനുവിനെ നോക്കി കരയുന്ന ജ്വാലയെ കണ്ടതും അഗ്നി തലയ്ക്ക് കൈകൊടുത്തുപോയി. കുഞ്ഞാ, ആകുലതയുടെ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ. അവൾ ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. എന്തിനെന്റെ കുഞ്ഞ് കരയുന്നേ? വാത്സല്യത്തോടെ അഗ്നി ചോദിച്ചു. അവരെന്നേക്കോട്ട് പിണങ്ങാൻ പോവാണോ ദേവേട്ട? ഇടറിപ്പോയി ജ്വാലയുടെ വാക്കുകൾ. അല്ലടാ വാവേ, അവര് പിണക്കം മാറ്റാൻ പോവാ. അയ്യേ, അതിനാണോ നീ കരയുന്നേ? ഇതൊക്കെ ചുമ്മാതെ കാണിക്കുന്നതാടാ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊടുത്ത് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. കരയില്ലെന്ന് പറ ദേവേട്ട ഏട്ടനോടും മീനുവിനോടും. അവര് കരയില്ല, എന്റെ കുഞ്ഞ് കരയില്ലേ. അഗ്നി അവളുടെ പുറത്തു തഴുകി. ജ്വാല മൂളിയതേയുള്ളൂ. ഒരുവിധം അവളെ സമാധാനിപ്പിച്ച അഗ്നി അവളെ നേരെ നിർത്തി. അവൾ വ്യാസിനെ മീനുവിനെ നോക്കി നിന്നു. എന്താ, വ്യാസേട്ടനൊന്നും പറയാനില്ലേ? മീനു വ്യാസിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ മറുപടി പറയാതെ അവളെ കണ്ണു നിറച്ച് നോക്കിയതേയുള്ളൂ. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവളുടെ ഉള്ളം നൊന്തു. അവനീന്ന് വേദനയോടെ നോട്ടം മാറ്റി അവൾ. മീനുവിന്റെ പ്രണയം ഇങ്ങനെ പൊക്കോട്ടെ വ്യാസേട്ടാ, അത് വേണ്ടാത്തവർക്ക് കൊടുക്കണ്ടല്ലോ. ഞാനൊരു ശല്യല്ലേ? അവള് തല താഴ്ത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വ്യാസ് കണ്ണുകൾ അമർത്തി തുടച്ചു. ചുറ്റുമുള്ള ആളുകളെ അവൻ പൂർണ്ണമായും മറന്നുപോയിരുന്നു ആ സമയം. അടുത്ത നിമിഷം വ്യാസ് മീനുവിന്റെ ഇടുപ്പിലൂടെ കൈചുറ്റി അവൾ അവന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. മീനു പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. വ്യാസിന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയം. വ്യാസേട്ടാ, വിശ്വസിക്കാൻ കഴിയാതെ മീനു അവനെ വിളിച്ചു. എനിക്ക് നീയൊരു ശല്യാണോ എൻ്റെ മീനുട്ടിയെ? നിന്നെ കാണാൻ വേണ്ടിയല്ലേടാ നീ വന്നു എന്നറിയുമ്പോഴേക്കും ഇങ്ങനെ ഓടി വരുന്നേ. എന്നിട്ടും നിനക്ക് അറിഞ്ഞൂടെ മോളെ എന്നെ? അവൻ ഇടർച്ചയോടെ ചോദിച്ചു. മീനുവിന്റെ കണ്ണുകൾ പെയ്തുപോയി. എന്നെ വെറുപ്പല്ലേ? അവള് തേങ്ങി. അല്ലടാ, ഒരിക്കലും അല്ല. എനിക്കെന്റെ മീനൂട്ടി അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടം തന്നെയാ. എന്റെ ലച്ചു അവസാനമായിട്ട് എന്നോട് പറഞ്ഞതുപോലും നിന്നെ കൂടെ കൂട്ടണമെന്നാ. എന്റെ പ്രണയം അതെന്നും നീ മാത്രം മീനു. വ്യാസ് കണ്ണു നിറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മീനുവിന്റെ ചുണ്ടുകൾ വല്ലാതെ വിതുമ്പിപ്പോയി. എന്റെ ഈശ്വര, ഞാനീ കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണോ? അവൾ വാക്കുകൾ കിട്ടാതെ പതറിപ്പോയി. ആ നിമിഷം വ്യാസിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ പെട്ടെന്ന് താഴ്ന്നു വന്ന് മീനുവിന്റെ ഇടത് കവിളിൽ അമർത്തി ചുംബിച്ചു. അവൾ ഏങ്ങി. അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ മുറുകി. എന്നും അവനെ കാണുമ്പോൾ അവൾ അവന് നൽകാറുള്ള ചുംബനം ആദ്യമായി വ്യാസ് അവന്റെ മീനൂട്ടിക്കായി നൽകി. വ്യാസേട്ടാ, അവൾ വിറയലോടെ വിളിച്ചു. ഐ ലവ് യു മീനൂട്ടി. പ്രണയത്തോടെ അവൻ പറഞ്ഞു. മീനു ആകെ തുടുത്തുപോയി. അടുത്ത നിമിഷം അവൾ അവനെ ആഞ്ഞുപുണർന്നു. വ്യാസിന്റെ കൈകളും അവളെ മുറുകെ ചേർത്തു പിടിച്ചു. എന്നാൽ ഇത്രയും നേരം വ്യാസിന്റെ പ്രതികരണം അറിയാനായി കാത്തുനിന്ന സൗബി അവന്റെ വെളിപ്പെടുത്തലിൽ തറഞ്ഞു നിന്നുപോയി. അവളുടെ കണ്ണുകൾ ഒന്ന് കലങ്ങി. അടുത്ത നിമിഷം അവൾ അവരീന്ന് നോട്ടം മാറ്റി. വ്യാസേട്ടന് മീനുവിനോട് പ്രണയായിരുന്നോ? അവളുടെ കൈകൾ വിറച്ചു. ഹൃദയത്തിൽ വിടരാൻ തുടങ്ങിയ വ്യാസെന്ന പനിനീർ പുഷ്പം വിടരും മുന്നേ അവളുടെ നെഞ്ചിൽ നിന്നും കൊഴിഞ്ഞു വീണു. അവൾ അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി. പതിയെ ചുണ്ടുകളൊന്ന് വിടർന്നു. അല്ലെങ്കിലും വ്യാസേട്ടനെ കാണാൻ എന്തിനു കൊള്ളാം. എന്റെ ആരവേട്ടൻ എന്തൊരു സുന്ദരനാ. എനിക്ക് ആരവേട്ടനെ മതി. മനസ്സിൽ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഹൃദയത്തിൽ മറ്റൊരു ചെടി നട്ടു. ഉടനെ തന്നെ ആ ചെടി വാടിക്കരിഞ്ഞു പോവുമെന്നറിയാതെ. തുടരും.